വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. ഇത് രണ്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 42ഉം 43ഉം നമുക്ക് നോക്കാം അല്ലേ. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ molar depression constant for a solvent, how is it expressed? ഓക്കെ, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്നാണ്. അപ്പോൾ ഈ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലാണ്? നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന ഒന്നാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഫ്രീസിങ് പോയിന്റിലുള്ള ഡിപ്രഷൻ അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ഒരു സോൾവെൻ്റ് എടുത്തു, ആ സോൾവെൻറ്റിൻ്റെ എന്താണ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ് എങ്കിൽ നമ്മൾ അതിലോട്ട് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തു അല്ലേ. സൊല്യൂട്ട് അതിനുശേഷം നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? സൊല്യൂഷനായി അല്ലേ. സൊല്യൂട്ടും സൊല്യൂഷനും വന്നു അല്ലേ. അപ്പോൾ ഇത് സൊല്യൂട്ടും സോൾവെൻറ്റ് മോളിക്യൂൾസും കൂടി ചേർന്ന സൊല്യൂഷനായി. അപ്പം സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം ഫ്രീസിങ് പോയിന്റ് എന്ത് ചെയ്തു? ഡിപ്രഷൻ അല്ലേ, കുറഞ്ഞു. ഫ്രീസിങ് പോയിന്റ് ഒരു 99 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഈ ഒരു കുറവ് അല്ലേ, അവിടെ 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തു? ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു അല്ലേ. ഇതിനെയാണ് നമ്മൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അതിൽ വരുന്നതാണ് നമ്മുടെ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. അതായത് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കെ എഫ്. ഓക്കെ, അപ്പം ഡെൽറ്റ ടി എഫ് എന്നുള്ളത് കെ എഫ് ഇൻറ്റു മൊളാലിറ്റി ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡെൽറ്റ ടി എഫ് പറഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ടി പറഞ്ഞാൽ ടെമ്പറേച്ചർ, എഫ് പറഞ്ഞാൽ ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കെ എഫ് ഇൻറ്റു മൊളാലിറ്റി ആണ്. അപ്പോൾ ഇതിൽ കെ എഫ് ആണ് നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കെ എഫ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റു എം ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? ഡിവൈഡഡ് ബൈ എം ആവും അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഡിവൈഡഡ് ബൈ എം അല്ലേ. അപ്പോൾ ഈ ഡെൽറ്റ ടി എഫ് ബൈ എം, അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ, മൊളാലിറ്റിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? കെ എഫ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് തന്നെയാണെന്ന് പറയാം അല്ലേ. എം 1 ആണെന്നുണ്ടെങ്കിൽ കെ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് കെ എഫ് അല്ലേ, കെ എഫിനുള്ള മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റിനുള്ള ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അല്ലേ. ഡെൽറ്റ ടി എഫ് ആണ് വെൻ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1 അല്ലേ. ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മൊളാലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ 1 കിലോഗ്രാം സോൾവെൻറ്റിലോട്ട് 1 മോൾ സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, 1 കിലോഗ്രാം സോൾവെൻറ്റിലോട്ട് 1 മോള് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീസിങ് പോയിന്റിൽ ഉണ്ടാകുന്ന ഡിപ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ മോളാർ cryoscopic constant for the solvent kf may be defined as the എന്താണ്? ഡെൽറ്റ ടി എഫ് ആണല്ലേ. വെൻ മൊളാലിറ്റി എം 1 ആകുമ്പോഴുള്ള ഡെൽറ്റ ടി എഫ് വാല്യൂ ആണ് നമ്മുടെ കെ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദ ഡെൽറ്റ ടി എഫ് പറഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ വെൻ 1 മോൾ ഓഫ് എ സൊല്യൂട്ട്. മൊളാലിറ്റി 1 എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി എന്താ? 1 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ 1 മോള് സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെൻറ്റിൽ ലയിപ്പിക്കുമ്പോഴാണ് മൊളാലിറ്റി 1. അതിനെയാണ് പറയുന്നത്. ഓക്കെ, വെൻ 1 മോൾ ഓഫ് എ സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ. Okay, when 1 it is the depression in freezing point when
മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പം മൊളാലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് വെൻ 1 mole ഓഫ് സോല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് ദ സോൾവെൻറ്റ്. ക്ലിയർ ആണോ? നമ്മൾ 1 mole സൊല്യൂട്ട് എടുത്തിട്ട് 1 kilogram സോൾവെൻറ്റിൽ ലയിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൂലേ, ആദ്യം സോൾവെൻറ്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനൊരു ഫ്രീസിങ് പോയിന്റ് ഉണ്ടെങ്കിൽ 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കിലോഗ്രാം സോൾവെൻറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ ആദ്യത്തെ ഫ്രീസിങ് പോയിന്റ് 100 ഡിഗ്രി ആണ്. ദെൻ അതിനകത്തേക്ക് നമ്മൾ 1 mole സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ത് ചെയ്തു? 99 ആയി അല്ലേ, കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിപ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് ദി solution containing 0.52 gram of glucose dissolved in 80.2 gram of water. ഓക്കെ, അപ്പം നിങ്ങളോട് എന്ത് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്? ഫ്രീസിങ് പോയിന്റ് കാണാനാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് എത്ര മോൾസ് ഓഫ് എന്ത് കൊടുത്തിട്ടുണ്ട്? എത്ര ഗ്രാം ഗ്ലൂക്കോസ് ആണ് ലയിപ്പിച്ചിട്ടുള്ളത്? സൊല്യൂട്ട് 0.52 gram ആണ്. അതുപോലെ തന്നെ സോൾവെൻറ്റ് അല്ലേ, സോൾവെൻറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 80.2 gram ആണ്. KF തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെൽറ്റ TF അല്ലേ, KF ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1.86 ആണ് നമ്മുടെ KF ഡിപ്രഷൻ, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമുക്ക് എന്താണ് ഡെൽറ്റ TF എന്ന് പറയുന്നത്? KF ഇൻറ്റു മൊളാലിറ്റി ആണ്. നമുക്ക് ഡെൽറ്റ TF ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ ഫ്രീസിങ് പോയിന്റ് എത്രത്തോളം കുറഞ്ഞു അറിഞ്ഞാൽ മാത്രമല്ലേ പുതിയ ഫ്രീസിങ് പോയിന്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ TF പറയുന്നത് KF ഇൻറ്റു എന്താണ് മൊളാലിറ്റിൻ്റെ എക്സ്പ്രഷൻ W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഓക്കെ, അപ്പോൾ ഇതിൽ W2 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ W2 എന്ന് പറയുന്നത്. ഓക്കെ, സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ W2. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് 0.52 gram ആണ്. 0.52 gram ആണ് നമ്മൾ ഗ്ലൂക്കോസ് ലയിപ്പിക്കുന്നത്. M2 എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് M2. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ദെൻ W1 എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സോൾവെൻറ്റിൻ്റെ മാസാണ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ മാസ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? സോൾവെൻറ്റിൻ്റെ മാസ് 80.2 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്, 80.2 gram. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെൽറ്റ TF കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടല്ലേ. KF നമുക്ക് കിട്ടി, W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട് നമുക്കറിയാം, M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്കറിയാം, W1 വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് നമുക്കറിയാം അല്ലേ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ KF അല്ലേ, ഡെൽറ്റ TF. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്? മൊളാലിറ്റി അല്ലേ. ഡെൽറ്റ TF എന്ന് പറയുന്നത് എന്താണ്? KF ഇൻറ്റു മൊളാലിറ്റി ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മൊളാലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മൊളാലിറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. ഓക്കെ, അപ്പോൾ W2 എന്ന് പറയുന്നത് 0.52 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 പറയുന്നത് 180 ഇൻറ്റു W1 പറയുന്നത് 80.2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.036 ആണെന്ന് കിട്ടും അല്ലേ. KFൻ്റെ വാല്യൂ നമ്മുടെ മൊളാലിറ്റിയുടെ വാല്യൂ. ഇനി എന്ത് ചെയ്യണം? ഡെൽറ്റ TF എന്ന് പറയുന്നത് എന്താണ്? KF ഇൻറ്റു മൊളാലിറ്റി ആണ് അല്ലേ. അപ്പോൾ KF വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.86 ഇൻറ്റു മൊളാലിറ്റി. നമുക്ക് എന്ത് കിട്ടി? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് കിട്ടിയില്ലേ. നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ എത്രത്തോളം ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു, അതാണ് നമ്മുടെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് 0.66 Kelvin ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇനീഷ്യലി നമ്മൾ വെള്ളമാണല്ലേ, വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 273 Kelvin ആണ്. വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെള്ളം 80.2 gram വെള്ളം എടുത്തു. അതിനകത്തേക്ക് നമ്മൾ അപ്പോൾ ഇനീഷ്യലി വെള്ളത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 അല്ലേ. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം കട്ടയാവുന്ന ടെമ്പറേച്ചർ അല്ലേ, മെൽറ്റ് ആവുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൽറ്റിംഗ് പോയിന്റ്
0 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 273 ആയിരുന്നു ഇനീഷ്യലി. ഇനി നമ്മൾ അതിലോട്ട് എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? 0.52 ഗ്രാം ഗ്ലൂക്കോസ് അല്ലേ സോൾവെൻ്റ് ആഡ് ചെയ്തു. 0.52 ഗ്രാം സോൾവെൻ്റ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്തായി? കുറഞ്ഞു അല്ലേ. അപ്പോൾ എത്ര കുറഞ്ഞു എന്നാണ് നമ്മൾ കണ്ടെത്തിയത്? ΔTF അല്ലേ. അതിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 0.66 കെൽവിനാണ് എന്ത് ചെയ്തത്? ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞത് അല്ലേ. അപ്പോൾ പുതിയ ഫ്രീസിങ് പോയിന്റ് എന്തായിരിക്കും? നമ്മുടെ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് 273 എത്ര കുറഞ്ഞു? 0.66 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 272.34 കെൽവിന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 42ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബി പാർട്ട് അല്ലേ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ബി പാർട്ട് കൊടുത്തിട്ടുള്ളതെന്നാ നോക്കൂ. വാട്ട് ആർ അബ്നോർമൽ മോളിക്കുലാർ മാസസ്, ഹൗ ദേ ആർ ഡിറ്റർമൈൻഡ്. എന്താണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ. Abnormal molecular masses are cases where substances experimentally determined molecular mass differ from that of expected molecular mass. ഓക്കെ, നമ്മൾ എക്സ്പെരിമെൻ്റലി ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലാർ മാസ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കണം? ശരിക്ക് നോർമൽ കേസിൽ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യുന്ന മോളിക്കുലാർ മാസും നമ്മൾ മോളിക്കുലാർ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളിക്കുലാർ മാസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ നോർമൽ മോളിക്കുലാർ മാസ് പറയുക. എന്നാൽ അബ്നോർമൽ മോളിക്കുലാർ മാസിൻ്റെ കേസിൽ നമ്മൾ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റലി നമ്മൾ കാണുന്ന മോളിക്കുലാർ മാസിൻ്റെ വാല്യൂവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളിക്കുലാർ ഫോർമുല വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് രണ്ടും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനത്തെ മോളിക്കുലാർ മാസിനെയാണ് നമ്മൾ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയാം. എക്സ്പെരിമെൻ്റൽ വാല്യൂം എക്സ്പെക്റ്റഡ് വാല്യൂ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അബ്നോർമൽ മോളിക്കുലാർ മാസ് രണ്ട് കേസസിലാണ് വരിക, അസോസിയേഷനിലും അതുപോലെ ഡിസോസിയേഷനിലും. നോക്കാം. This happens due to the association or dissociation of molecule in solution. അപ്പോൾ ഈ ഒരു അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? നമ്മുടെ സൊല്യൂഷനകത്ത് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യുന്ന കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അസോസിയേഷൻ നടന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ മോളിക്യൂൾ കമ്പൈൻ ടു ഫോം ലാർജർ യൂണിറ്റ്സ്. അപ്പോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് സൊല്യൂഷനകത്ത് ചെറിയ മോളിക്യൂൾസ് ഒക്കെ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? ലാർജർ മോളിക്യൂളായിട്ട് മാറുകയാണ് അല്ലേ. അസോസിയേഷൻ എന്നാൽ എന്താ? കൂടിച്ചേരുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ദ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് ഈസ് ഹയർ ദാൻ എക്സ്പെക്റ്റഡ്. അതായത് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ, അവിടെ മോളിക്കുലാർ മാസ് എന്ത് ചെയ്യും? മോളിക്യൂൾസ് ഒക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ മോളിക്യൂൾസ് ഇങ്ങനെ ചെറിയ മോളിക്യൂൾസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ സൊല്യൂഷനകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്? ഒറ്റക്കൊറ്റക്ക് നിൽക്കുമ്പോൾ കൂടുതലല്ലേ, അപ്പോൾ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുമ്പോൾ നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? അവിടെ കുറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞാൽ മോളിക്കുലാർ മാസ് കൂടും. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുമ്പോൾ മോളിക്കുലാർ മാസ് എന്ത് ചെയ്യും? കൂടും. കാരണം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്കുലാർ മാസ് കുറയും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞാൽ മോളിക്കുലാർ മാസ് കൂടും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ എന്ത് ചെയ്യും? കുറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ എന്ത് ചെയ്യും? മോളിക്കുലാർ മാസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ മോളിക്കുലാർ ഫോർമുല വെച്ചിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത്? നമ്മുടെ മോളിക്കുലാർ മാസ്. അപ്പോൾ എന്നാൽ ഡിസോസിയേഷൻ ആണെങ്കിലോ, വെൻ മോളിക്യൂൾ സ്പ്ലിറ്റ് ഇൻ ടു സ്മോളർ അയോൺസ്. അപ്പോൾ മോളിക്യൂൾസ് ഇങ്ങനെ
കുറേ സ്മോളർ അയോൺസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡിസോസിയേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? കൂടും അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കൂടും അല്ലേ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളിക്യുലാർ മാസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ? അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡിസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ എക്സ്പെക്റ്റഡ് മോളിക്യുലാർ മാസ് അല്ലേ, നമ്മളെ കാൽക്കുലേറ്റഡ് എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ നമ്മളെ എക്സ്പെക്റ്റഡ് മോളിക്യുലാർ മാസിനെക്കാട്ടിലും എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് ഡിസോസിയേഷൻ്റെ കേസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസോസിയേഷനും ഡിസോസിയേഷനും. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് മോളിക്യുലാർ മാസിനെക്കാട്ടിലും കൂടുതലാവുന്ന കേസ് എപ്പോഴാണ്? അസോസിയേഷൻ വരുമ്പോൾ. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് മോളിക്യുലാർ മാസിനെക്കാട്ടിലും കുറവ് വരുന്ന ഏത് കേസിലാണ്? ഡിസോസിയേഷൻ വരുമ്പോൾ. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഹൗ ആർ ദേ ഡിറ്റർമൈൻഡ്? ഇങ്ങനൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഡിഫൈൻ, സോറി ക്വസ്റ്റ്യൻ മാറി. വാട്ട് ആർ അബ്നോർമൽ മോളിക്യുലാർ മാസ്? ഹൗ ആർ ദേ ഡിറ്റർമൈൻഡ്? ഓക്കെ, അപ്പോൾ ഈ അബ്നോർമൽ മോളിക്യുലാർ മാസസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴിയാണ് നമ്മൾ മോളിക്യുലാർ മാസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ here the abnormal molecular mass is calculated by adjusting the observed molecular mass with the Van Hoff factor. Okay, abnormal molecular mass is calculated by adjusting the observed molecular mass with the Van Hoff factor. അപ്പോൾ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് വെച്ചിട്ട് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് മോളിക്യുലാർ മാസ് കണ്ടെത്താൻ പറ്റും. അതിനുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? മോളിക്യുലാർ മാസ് നമ്മൾ കണ്ടെത്തും. അതിനുശേഷം അബ്നോർമൽ മോളിക്യുലാർ മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ വാൻ ഹോഫ് ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ abnormal molecular mass is calculated by adjusting observed molecular mass with Van Hoff factor. അപ്പോൾ നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കിട്ടിയ മോളിക്യുലാർ മാസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ I വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് അബ്നോർമൽ ആയിട്ടുള്ള മോളിക്യുലാർ മാസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. I തന്നിട്ടുണ്ട് 2.47. വാൻ ഹോഫ് ഫാക്ടർ തന്നിട്ടുണ്ട് in 2.5 liter of water such that its osmotic pressure is 0.75 atm at 27 degrees Celsius. Then gas constant R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എവിടുത്തെ? ഡിസോൾഡ് ഇൻ 2.5 ലിറ്റർ ഓഫ് വാട്ടർ. നമ്മൾ 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ എന്ത് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്? കാൽഷ്യം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ത് തന്നിട്ടുണ്ട്? ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? nRT/V ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ വാൻ ഹോഫ് ഫാക്ടറും കൂടി വരുമ്പോൾ I കൂടെ വരും അല്ലേ? I × nRT/V അല്ലേ? അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എമൗണ്ട് ഓഫ് CaCl2 ആണ്. അപ്പോൾ എമൗണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഏതാണ്? N അല്ലേ? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ Nനുള്ള ഇക്വേഷൻ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ N = എന്താണ്? 𝜋V അല്ലേ? ഇതിങ്ങോട്ട് പോകുമ്പോൾ 𝜋V. പൈ എന്ന് പറയുന്നത് എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. 𝜋V ഡിവൈഡഡ് ബൈ I × R × T അല്ലേ? ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറാണ്. അത് തന്നിട്ടുള്ള എത്രയാണ്? 0.75 atm ആണ്. ദെൻ V എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ? സോൾവെൻറ്റിൻ്റെ വോളിയം അത് 2.5 ലിറ്റർ ആണ്. ദെൻ R നമുക്ക് തന്നിട്ടുള്ളത് 0.0821 ആണ്. ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ പറയുന്നത് 270
27 അല്ലേ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനോടുകൂടി 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കെൽവിലോട്ടാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ 300 കെൽവിൻ. ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും പ്രോബ്ലം ചെയ്യരുത്, കെൽവിനിലോട്ട് മാറ്റണം. അതിന് 273 ടെമ്പറേച്ചറിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, 27 + 273 നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.47 അല്ലേ. അപ്പം നമ്മൾ ഇനി എന്നിനുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n = പൈ പറയുന്നത് 0.75 ഇൻറ്റു വി എന്ന് പറയുന്നത് 2.5 ലിറ്റർ അല്ലേ, ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് 2.47, r പറയുന്നത് 0.0821 ഇൻറ്റു 300 ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും 0.0308 മോൾ. നമുക്ക് ഇപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ഇത്രയും 0.0308 മോൾസ് ആണ് കാൽഷ്യം ക്ലോറൈഡ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇത് എത്ര ഗ്രാംസ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, മോളാർ മാസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു മോളിലാണെങ്കിൽ എത്ര, അപ്പോൾ 0.308 മോളിൽ എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ മോളാർ മാസ് ഓഫ് CaCl2 എന്ന് പറയുന്നത് 111 ഗ്രാമാണ്. 111 ഗ്രാം. അതായത് CaCl2 എന്ന് പറഞ്ഞാൽ ക്ലോറിന് 35.5 അല്ലേ. അപ്പോൾ 2 ക്ലോറിന് പറയുമ്പോൾ 71 അല്ലേ. പിന്നെ കാർബൺ 40, അങ്ങനെ 111 ഗ്രാം വരും. ഓക്കെ, കാർബൺ അല്ല, കാൽഷ്യം 111 ഗ്രാമാണ് നമ്മുടെ CaCl2ൻ്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, മോളിക്യുലാർ മാസ് പറഞ്ഞാൽ ഒരു മോൾ എടുക്കുകയാണെങ്കിൽ അതിൽ 111 ഗ്രാം CaCl2 ഉണ്ട്. അപ്പോൾ നമ്മൾ 0.0308 മോളാണ് എടുക്കണമെങ്കിൽ 111 ഇൻറ്റു 0.308 അല്ലേ, 0.0308 ചെയ്യാം. 111 ഇൻറ്റു 0.0308 ചെയ്യുമ്പോൾ നമുക്ക് 3.42 എന്ന് ആൻസർ കിട്ടും. 3.42 ഗ്രാം. ഓക്കെ, ഇത്രയും ഗ്രാംസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ആദ്യം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ പിന്നെ എന്ത് ചെയ്യുക, ഗ്രാംസിലോട്ട് മാറ്റുക. എന്ത് ചെയ്യുക, മോളിക്യുലാർ മാസ് മോളാർ മാസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 42 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 43 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.